ISL വിൻ ചെയ്തില്ലെങ്കിലും ISL ഏറ്റവും സക്സസ്ഫുൾ ക്ലബ്ബായിട്ട് FC ഗോവ നിൽക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം ഇതാണ്. അതായത് ഈ ഒരു ഒറ്റ കാരണമാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട്. സോ 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഫുട്ബോളിൽ പ്രൊഫഷണലിസം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FC ഗോവയുടെ മാനേജ്മെൻറ്റാണ്. കാരണം ഡെസ് ബെക്കിംഗ്ഹാം ഓക്സ്ഫോർഡ് യുണൈറ്റഡ് സാക്ക് ചെയ്തു എന്ന വാർത്ത കേട്ട ഉടനെ തന്നെ അവർ പോയി അദ്ദേഹത്തെ സൈൻ ചെയ്യുകയായിരുന്നു. ഇതൊരു പ്രീ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അടുത്ത സീസണിലേക്കുള്ള. സോ അതൊക്കെയാണ് FC ഗോവയുടെ പവർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്നത്. കാരണം ഡെസ് ബെക്കിംഗ്ഹാമിനെ അവിടെ സാക്ക് ചെയ്താൽ പോലും അതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾ നോക്കുക. മുംബൈ സിറ്റി FCയിൽ വളരെ മികച്ച പെർഫോമൻസ്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു ക്ലബിനെ പരിശീലിപ്പിക്കാൻ പോയി. അവിടെയും മികച്ച പെർഫോമൻസ്. ആ ഒരു ക്ലബിന് പ്രൊമോഷൻ നേടിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ പ്രൊമോഷൻ കിട്ടിയ ക്ലബിനെ വെച്ചുകൊണ്ട് തന്നെ പല വമ്പൻ ടീമുകളെ പരാജയപ്പെടുന്നു. ഒരു അവസാനം വന്നപ്പോഴൊക്കെ പെർഫോമൻസിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ സാക്ക് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സൈനിങ് അത് വേറെ ലെവലാണ്. എപ്പോഴും കോച്ചുമാരെ കൊണ്ടുവരാൻ FC ഗോവ വേറെ ലെവലാണ്. സെർജിയോ റൊബേറോ, മനോലോ മാർക്കസ്, സീക്കോ, ഇപ്പോൾ ഇതാ നമ്മുടെ ഡെസ് ബെക്കിംഗ്ഹാം വളരെ സക്സസ്ഫുൾ കോച്ചിനെ അവർ കൊണ്ടുവരികയാണ്. സോ അതൊക്കെയാണ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. സോ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ മാനേജ്മെൻറ്റിന് വേണ്ടത്. അതായത് അടുത്ത സീസണിലേക്കുള്ള ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ് അവർ. നമുക്കറിയാം മനോലോ പോവും, ഇന്ത്യൻ ടീമിൻ്റെ കാര്യം മാത്രമേ അദ്ദേഹം നോക്കത്തുള്ളൂ. സോ FC ഗോവ ഒരു പുതിയ പരിശീലകൻ വേണം. ആ ഒരു സമയത്ത് നോക്കിയാൽ ചിലപ്പോൾ നല്ല പരിശീലകർ അവൈലബിൾ ആകാൻ സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ISL എക്സ്പീരിയൻസ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഡെസ് ബെക്കിംഗ്ഹാമിനെ തന്നെ നേരത്തെ ഒരു സൈൻ ചെയ്ത് വെച്ചു. ദാറ്റ് ഈസ് പ്യുവർ ക്ലാസ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഇനിയുണ്ട് ഒരു വാർത്തയും കൂടെ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. സോ എന്തായാലും ആ ഒരു ന്യൂസൂടെ കവർ ചെയ്യണം. അതായത് കോറോ സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കോറോ സിംഗിനെ നമ്മൾ നിലനിർത്തിയിരിക്കുകയാണ് 2029 വരെ. സോ എന്തായാലും നല്ലൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിതിനെക്കാട്ടി മികച്ച പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. സന്ദേശ് ജിങ്ങൻ, പെരേര DS പോലുള്ള പ്ലേയേഴ്സ്, രാഹുൽ ബക്കിയൊക്കെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചാണ്. അതിൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കാനോ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാനോ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് അറിയില്ല. അതുപോലെ ഡക്കൻ സ്നാസൻ, മെസ്സി ബൂളി, ഇവരെയൊന്നും കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ല എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. അതായത് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും കോറോ സിംഗിനെ നിലനിർത്തിയല്ലോ, നല്ലൊരു കാര്യം. എന്തായാലും അദ്ദേഹം കളിച്ചു വരുന്നേ ഉള്ളൂ. ഫ്യൂച്ചർ ഈ 22 വയസ്സ്, 29 പറയുമ്പോൾ അതിന് 22 വയസ്സേ ആവത്തുള്ളൂ. സോ ആ ഒരു വയസ്സാകുമ്പോഴത്തേനും പിന്നെ വേറെ ക്ലബിലോട്ട് വരുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.